ഹായ്, ലാസ്റ്റ് സെഷൻ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് എല്ലാം വരയ്ക്കാൻ പഠിച്ചു. ഇനി ഈ സെഷൻ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ രണ്ട് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും റേഞ്ച് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കി ഫംഗ്ഷൻ്റെ എല്ലാ റേഞ്ചും നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ്. കാരണം ഫുൾ ആറിൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ അല്ലെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മളൊരു ഫിക്സഡ് റേഞ്ച് എടുത്തിരിക്കുന്നത്. ഈ റേഞ്ചിൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. ഇത് ലാസ്റ്റ് സെഷനിൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. കുറേ ബ്രാഞ്ചസിൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അതിലൊരു ബ്രാഞ്ച് മാത്രമാണിത് അല്ലേ. ഇവിടെ നമ്മൾ -π/2 to π/2 എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് എടുത്തേക്കുവാണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഈ രണ്ടെണ്ണം ഒന്ന് ഓർത്തിരിക്കണം. ഇനി ഇതിൽ നിന്ന് കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x ആണ് അല്ലേ. sin x. അപ്പോൾ ഈ sin x 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അപ്പോൾ sin x 0 വരാൻ പാടില്ല. sin x ഇപ്പോൾ ഈ sin x ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർവെൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻ്റർവെൽ -π/2 to π/2 ആണ്. ഈ ഇൻ്റർവെല്ലിൽ sin x 0 വരുന്ന പോയിന്റ് ഏതാണ്? sin 0 = 0 ആണ് അല്ലേ. അതായത് 0 എന്നുള്ള പോയിന്റ് ഈ π/2 -π/2 ഇടയ്ക്കാണ്. ആ 0 എന്നുള്ള പോയിന്റിൽ സൈൻ ഫംഗ്ഷൻ 0 ആയി പോകും. അപ്പോൾ ആ ഫംഗ്ഷൻ ആ പോയിന്റ് നമ്മൾ എടുക്കാൻ പാടില്ല. അതായത് കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ത് വരും? ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 π/2 നിന്ന് 0 ഒഴിവാക്കണം. കാരണം 0യിൽ സൈൻ ഫംഗ്ഷൻ 0 ആയി പോകും. കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് അപ്പോൾ ഇതായിരിക്കും -π/2 to π/2 സെറ്റ് 0. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് എടുക്കുകയാണെങ്കിൽ സീക്ക് എക്സ് = നമുക്കറിയാം 1/cos x ആണ്. ഇവിടെ റേഞ്ച് 0π ആണ്. കോസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0π ആണ്. ഇത് ഓർത്തിരിക്കണം, ഇത് ഓർത്തിരിക്കണം. ഈ 0πയിൽ നിന്ന് cos x 0 ആവുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും അല്ലേ. ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കളഞ്ഞാൽ മതി? cos 0 ആവുന്ന പോയിന്റ്. cos 0 ആവുന്ന പോയിന്റ് ഏതാ? π/2 ആണ്. ഇതിനിടയ്ക്കുള്ളതിൽ cos 0 ആവുന്ന പോയിന്റ് π/2 ആണ് അല്ലേ. cos π/2 0 ആണ്. അപ്പം ഇതിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0πയിൽ നിന്ന് π/2 കളഞ്ഞാൽ മതി. സെറ്റ് π/2. ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുന്നത് sin x/cos x ആണ്. ഇവിടെ sin xന്റെ റേഞ്ച് എടുക്കുക -π/2 π/2. അതിൽ നിന്ന് cos 0 ആവുന്നത് ഇവിടെയും cos 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ട് ഈ -π/2 π/2 എന്നുള്ള റേഞ്ചിൽ നിന്ന് cos 0 ആവുന്ന പോയിന്റ് ഏതാ? ഇതിനകത്ത് cos 0 ആവുന്ന പോയിന്റ് രണ്ടെണ്ണം ഉണ്ട്. cos -π/2ലും cos 0 ആവും, +π/2ലും cos of -π/2 cos 0 ആണ്. cos of +π/2ലും cos 0 ആണ്. അതുകൊണ്ട് ഇത് രണ്ടെണ്ണം കളയണം. +π/2 കളയണം, -π/2 കളയണം. ഇത് കളഞ്ഞാൽ എന്താവും? ഓപ്പൺ ഇൻ്റർവെൽ ആവും അല്ലേ. ഓപ്പൺ ഇൻ്റർവെൽ -π/2 എന്ന് പറഞ്ഞാൽ π/2 കളഞ്ഞു. π/2 കഴിഞ്ഞുള്ള സംഖ്യ മുതലേ ഉള്ളൂ. അതുപോലെ ഇവിടെ π/2 കളഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെലായി മാറും. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്തെന്ന് കിട്ടി? ടാൻ എക്സിൻ്റെ റേഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. അതുപോലെ കോട്ടെക്സ് നമുക്കറിയാം cos x/sin x ആണ്. cos xൻ്റെ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0π. അതിൽ നിന്ന് sin x 0 ആവുന്ന പോയിന്റ് നമുക്കറിയാം. ഇത് രണ്ടും sin 0യും 0 ആണ്, sin πയും 0 ആണ്. അത് രണ്ടെണ്ണം കളയണം. രണ്ടും കളഞ്ഞുമ്പോൾ എന്താ? ഓപ്പൺ ഇൻ്റർവെൽ 0π ആയി മാറും. അതായത് cos x/0 നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ. അതുകൊണ്ട് sin x 0 വരുന്ന പോയിന്റ്സ് കളഞ്ഞു, 0യും πയും കളഞ്ഞു.
ഓപ്പൺ ഇൻ്റർവൽ 0 പൈ വന്നു. ഇപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി നോക്കിക്കേ, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 പൈ ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് വന്നപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0 പൈ വന്നു. അതുപോലെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ആണ്. ടാൻ ഇൻവേഴ്സ് വന്നപ്പോൾ അത് ഓപ്പൺ ഇൻ്റർവലായി മാറി. അതിൻ്റെ റീസൺ ഇപ്പം ഞാൻ താഴെ പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നമ്മളൊരു 2 പ്രോബ്ലം കഴിഞ്ഞ സെഷൻ ചെയ്തായിരുന്നു. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം, എക്സസൈസിലെ ഫസ്റ്റ് പ്രോബ്ലം സൈൻ ഇൻവേഴ്സ് -1/2. Let y is equal to sin inverse -1/2. ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന് മാറ്റി നമുക്ക് sin y is equal to -1/2 എന്ന് എഴുതാം അല്ലേ. sin y equal to -1/2 എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷനിൽ yക്ക് എവിടെയാണ് 1/2 എന്നുള്ള -1/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. ഇതാണ് അറിയേണ്ടത്. y എന്താകുമ്പോഴാണ് sin y -1/2 ആകുന്നത്. നമുക്ക് സൈൻ്റെ ഒക്കെ വാല്യൂസ് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചായിരുന്നു. അതായത് sin x cos x tan x. സൈൻ മാത്രം നമുക്ക് ഓർത്തിരുന്നാൽ മതി. 30, 45, 60. 30 എന്ന് പറയുന്നത് π/6 ആണ് അല്ലേ. π/6. ഇത് π/4, π/3. ഈ 3 വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക സൈൻ്റെ. 1/2, 1/√2, √3/2. കോസ് വരുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ചെഴുതുക. √3/2. സൈൻ മാത്രം പഠിച്ചാൽ മതി, കോസ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 1/2. ഇനി ടാൻ വരുമ്പോൾ എന്ത് എഴുതുക? ഇത് ഡിവൈഡ് ചെയ്ത് എഴുതുക അല്ലേ. ഇങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് ഈ ചാർട്ട് ഫുൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചാർട്ട് നമുക്ക് ഫുള്ളാക്കാവുന്നതാണ്. ടാൻ എന്ന് പറഞ്ഞാൽ sin/cos എഴുതുക. കോസിക്ക് എന്ന് പറയുമ്പോൾ 1/sin എഴുതുക. സിക്ക് 1/cos, കോട്ട് cos/sin. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സൈൻ π/6 1/2 എന്നുള്ള വാല്യൂ വരുന്നത്. സൈൻ്റെ വാല്യൂ π/6 1/2 കിട്ടുന്നത്. ഓക്കെ, സൈൻ π/6 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് -1/2ൻ്റെ വാല്യൂ ആണ് അല്ലേ. നമുക്ക് രണ്ട് സൈഡിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -sin π/6 ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. നമുക്ക് റിസൾട്ട് ഉണ്ട്. സൈൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -sin θ. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇതെന്തെന്ന് എഴുതാം? സൈൻ ഓഫ് -π/6 ഈക്വൽ ടു -1/2 എന്ന് എഴുതാം. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. റീസൺ ഇതാണ്. സൈൻ ഓഫ് -θ ഈക്വൽ ടു -sin θ. ഇങ്ങനെ കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഈ -π/6 എന്നുള്ള വാല്യൂ ഈ സൈൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ പെട്ടതാണോ എന്ന്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു നമുക്കറിയാം ഈസ് -π/2 അല്ലേ. ടേബിളിൽ നമ്മൾ കണ്ടു -π/2. ഇനി ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ ഏത്? -π/6 ആണ്. -π/6. ഈ -π/6 ഇതിനകത്തെ വാല്യൂ ആണ് അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. -π/2 to π/2. π/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 90 അല്ലേ, +90. -π/2 എന്ന് പറഞ്ഞാൽ -90. π/6 എന്ന് പറഞ്ഞാൽ 180/6, 30 വരും. -π/6 എന്ന് പറഞ്ഞാൽ -30. അപ്പോൾ -30 ഉറപ്പായിട്ടും ഇതിനിടയ്ക്കാണ് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ ആണ് ഏത്? -π/6. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് സൈൻ ഓഫ് -π/6 ഈക്വൽ ടു -1/2 എന്ന് എഴുതാം. Therefore സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈസ് ഈക്വൽ ടു -π/6 എന്ന് ആൻസർ കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈസ് ഈക്വൽ ടു -π/6 ആയിരിക്കും.
ഓക്കെ, കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ലെറ്റ് y is equal to cos inverse of √3/2. cos y is equal to √3/2 എന്ന് എഴുതാം. കോസിന് എന്ത് വാല്യൂ വരുമ്പോഴാണ് ഫംഗ്ഷൻ √3/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? കോസ് y എന്താകുമ്പോഴാണ് ഫംഗ്ഷൻ √3/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? ടേബിൾ നോക്കിക്കേ. കോസും 5/6 വരുമ്പോഴാണ് ഫംഗ്ഷൻ √3/2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. കോസ് 5/6 ആണ് √3/2. കോസ് 5/6 ഈക്വൽ ടു √3/2. ഇനി നമുക്കറിയേണ്ടത് ഈ 5/6 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ട എലമെൻ്റ് ആണോ? അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് എക്സ് ഈസ് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ് അല്ലേ? ഈ 5/6 ബിലോങ്സ് ടു ദിസ് ബ്രാഞ്ച് ആണ്. 5/6 ഇതിൽ എലമെൻ്റ് ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് എക്സ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. അതിനകത്ത് എലമെൻ്റ് ആണ് നമുക്ക് കിട്ടിയ 5/6 എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ കോസ് വൈൻ്റെ സ്ഥാനത്ത് നമുക്ക് കോസ് 5/6 ഈക്വൽ ടു √3/2 എന്ന് എഴുതാം. therefore കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 ഈസ് ഈക്വൽ ടു 5/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ആണ്. ഇവിടെ നമുക്ക് y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് എടുക്കാം. therefore കൊസീക്ക് y ഈസ് ഈക്വൽ ടു 2. കൊസീക്കിന് 2 എന്നുള്ള വാല്യൂ വരുന്നത് നോക്കിക്കേ. ടേബിളിൽ കൊസീക്കിന് 2 എന്നുള്ള വാല്യൂ കിട്ടുന്നത് 5/6 വരുമ്പോഴാണ്. കൊസീക്ക് 5/6 ആണ് 2. കൊസീക്ക് 5/6 പിന്നെ നേരെ എഴുതാം. കൊസീക്ക് 5/6 ഈക്വൽ ടു 2. ഇനി 5/6 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെടുമോ നോക്കണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ്, കൊസീക്ക് ഇൻവേഴ്സിന് നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 to π/2 മൈനസ് സെറ്റ് 0 ആണ് അല്ലേ? ഇപ്പോൾ 5/6 0 മാത്രമേ ഇതിൽ നിന്ന് പോകുന്നുള്ളൂ. 5/6 അതുകൊണ്ട് ഇതിൽ എലമെൻ്റ് ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് കിട്ടും? കൊസീക്ക് 5/6 ഈക്വൽ ടു 2 എന്ന് എഴുതാം. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. ഈസി ആയിട്ട് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് -√3. ലെറ്റ് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് -√3. ടാൻ y ഈസ് ഈക്വൽ ടു -√3. ഇവിടെ ടാനിന് ഏത് വാല്യൂ വരുമ്പോഴാണ് -√3 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? y എന്താകുമ്പോഴാണ്? നോക്കിക്കേ, ടാൻ നോക്കാം. ടാനിന് √3 വരുന്നത് π/3 വരുമ്പോഴാണ് അല്ലേ? √3 എന്നുള്ള വാല്യൂ വരുന്നത് π/3 വരുമ്പോഴാണ്. ടാൻ ഫംഗ്ഷൻ നോക്കുക. √3 വരുന്നത് π/3 വരുമ്പോൾ. ടാൻ π/3 ആണ് √3. നമുക്ക് വേണ്ടത് -√3 ആണ്. അതുകൊണ്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -√3 ടാൻ π/3 ഈക്വൽ ടു -√3 എന്ന് എഴുതാം. ഇനി ടാനും സെയിം നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ടാൻ ഓഫ് -θ ഈക്വൽ ടു -tan θ ആണ് അല്ലേ? അതുകൊണ്ട് ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ റീസൺ ഇതാണ്. ടാൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -tan θ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാം. ഇനി ഈ π/3 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽപ്പെട്ട എലമെൻ്റ് ആണോ എന്ന് നോക്കണം അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ഏതാ? ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ടാൻ ആണ്. ടാൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽ ആണ്. ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ആണ്. ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. ഈ π/3 -π/3 ഇതിൽ എലമെൻ്റ് ആണോ? ഇതിൽ വരും അല്ലേ? നമുക്കിത് വരച്ച് നോക്കി അറിയാം. -π/2
പ്ലസ് 5/2 ഓപ്പൺ ഇൻ്റർവെല്ലാണ്. 5/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180/2 മൈനസ് 90 വരും. ഇത് പ്ലസ് 90 വരും. അപ്പോൾ പൈ/3 വാല്യൂ എത്രയാണ്? 180/3 60 വരും. അപ്പോൾ മൈനസ് 60 ഉറപ്പായിട്ട് ഇതിന് ഇടയ്ക്കാണ് വരുന്നത് അല്ലേ? 0 1 2 3 90 വരെ -1 -2 ഇങ്ങോട്ട് വലുതാവുന്നതോറും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മൈനസ് 60 ഉറപ്പായിട്ടും ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് ഈ ബ്രാഞ്ചിലെ എലമെൻ്റ് ആണ് -π/3. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? tan ഓഫ് -π/3 is equal to -√3 എന്ന് എഴുതാം. Therefore tan inverse of -√3 is equal to -π/3 എന്ന് ആൻസർ കിട്ടും. tan inverse of -√3 equal to -π/3. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ cos ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. ഇവിടെ നമുക്ക് y is equal to cos ഇൻവേഴ്സ് ഓഫ് -1/2 എന്ന് എഴുതാം. therefore cos y is equal to -1/2. ഇവിടെ cos 1/2 വരുന്നത് നെഗറ്റീവ് ആദ്യം നോക്കണ്ട, സൈൻ ആദ്യം നോക്കണ്ട. cos 1/2 വരുന്നത് എവിടെയാണ് നോക്കാം. cos 1/2 വരുന്നത് π/3യിലാണ് അല്ലേ? cos π/3 ആണ് 1/2 നമ്മൾ കണ്ടു. നമുക്കിവിടെ വേണ്ടത് -1/2 ആണ്. അതുകൊണ്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -cos π/3 is equal to -1/2. ഇനി നമുക്ക് നേരത്തെ എഴുതിയതുപോലെ ഇതിനെ cos ഓഫ് -π/3 എന്ന് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം cos ഓഫ് -θ പ്ലസ് cos θ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ വേറെ റിസൾട്ട് ഉപയോഗിക്കാം. cos ഓഫ് π -π/3 ഇങ്ങനെ എഴുതാം. cos ഓഫ് π -π/3 എന്ന് പറഞ്ഞാൽ -cos π/3 ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതായത് നമ്മൾ ക്വാഡ്രന്റ് തിരിച്ച് എഴുതുമ്പോൾ 0 π/2 π 3π/2 2π റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഇതാണ് പൈ മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ വലിയ ഇവിടെ വരും. പൈ പ്ലസ് എന്ന് പറഞ്ഞ തേർഡ് ക്വാഡ്രന്റ് വരും. അപ്പോൾ പൈ മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ വരുന്ന സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. ഇവിടെ പോസിറ്റീവായിട്ട് വരുന്ന സൈനും അതിന് റെസിപ്രോക്കലായി കൊസീക്കുമാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി ഇതൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടാവും. ഓൾ സ്റ്റുഡൻസ് ഇതിൻ്റെ ഒരു കോഡാണ് ടേക്ക് കോഫി. അപ്പോൾ എസ് വരുന്ന സൈനും അതിൻ്റെ റെസിപ്രോക്കലായി കൊസീക്കും മാത്രമേ ഇവിടെ പോസിറ്റീവ് വരുള്ളൂ. ഇവിടെ ടാനും അതിൻ്റെ റെസിപ്രോക്കലായി കോട്ടും പോസിറ്റീവ്. ഇവിടെ കോസും അതിൻ്റെ റെസിപ്രോക്കലായി സീക്കും പോസിറ്റീവ്. ഇവിടെ ഓൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കുക, സൈനും കൊസീക്കും മാത്രമാണ് പൈ മൈനസ് ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുമ്പോൾ നെഗറ്റീവ് വരുന്നത് അല്ല പോസിറ്റീവ് വരുന്നത് സൈനും കൊസീക്കുമാണ്. അപ്പോൾ ഇവിടെ ഈ കോസ് ഓഫ് π -π/3 നെഗറ്റീവ് cos π/3 വരും. കോസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈക്വൽ ടു -1/2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രീൻ്റെ പോർഷൻസ് നോക്കുക, സെഷൻ നോക്കുക. ആവശ്യമുള്ളൊരു ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ടുതരാം. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? കോസ് ഓഫ് π -π/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π -π/3 ഈക്വൽ ടു -1/2. കോസ് ഓഫ് 3π - π 2π/3 ഈക്വൽ ടു -1/2. അപ്പോൾ കോസ് ഓഫ് അതിനൊരു കാര്യം കൂടെ നോക്കാനുണ്ട്. ഇത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽപ്പെട്ട എലമെൻ്റ് ആണോ അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന് നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ 2π/3 ഇതിനകത്ത് എലമെൻ്റ് ആണ് അല്ലേ? 2π/3 ഈ റേഞ്ചിനകത്ത് വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് എഴുതാം കോസ് ഓഫ് വാല്യൂ ബ്രാഞ്ചിൻ്റെ എലമെൻ്റ് ആണോ നോക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. കോസ് 2π/3 is equal to -1/2. Therefore cos inverse of -1/2 is equal to 2π/3. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് ഓഫ് -1 ആണ്. ഇത് നമുക്ക് y is equal to tan ഇൻവേഴ്സ് ഓഫ് -1
ഇതിൽ നിന്ന് tan y is equal to -1 എഴുതാം. വൈക്ക് എവിടെയാണ് -1 വരുന്നത്, ടാനിൽ എവിടെയാണ് -1 വരുന്നത് നോക്കണം. അതിനുവേണ്ടി നമുക്ക് 1 നോക്കാം. ഓക്കെ ഇവിടെ നോക്കിയാൽ കാണാം ടാനിന് 1 വരുന്നത് π/4 അല്ലേ. tan π/4 ആണ് 1. tan π/4 is equal to 1. നമുക്ക് -1 ആണ് വേണ്ടത്, അതുകൊണ്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -tan π/4 is equal to -1 കിട്ടും. ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം. tan of -π/4 എഴുതാം, കാരണം tan of -θ എന്താണ്, -tan θ ആണ്. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ മാറ്റി എഴുതും. tan of -π/4 equal to -1 എഴുതി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ -π/4 എന്നുള്ള വാല്യൂ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതാണോ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് tan ഇൻവേഴ്സ് എക്സ്. tan ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം -π/2 ഓപ്പൺ ഇൻ്റർവൽ ആണ്. ഈസ് -π/2 പ്ലസ് π/2 ആണ് അല്ലേ. അപ്പോൾ ഇതിൽപ്പെട്ട എലമെൻ്റ് ആണ് -π/4, ബിലോങ്സ് ടു -π/4 ഇതിലെ എലമെൻ്റ് ആണ്. അതുകൊണ്ട് tan of -π/4 is equal to -1. Therefore tan inverse of -1 is equal to -π/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം sec inverse of 2/√3 ആണ്. Let y is equal to sec inverse of 2/√3 എന്ന് എഴുതാം. അതായത് sec y is equal to എന്ന് കിട്ടും 2/√3. സീക്കിന് എവിടെയാണ് 2/√3 എന്നുള്ള വാല്യൂ വരുന്നത്. ഇവിടെ നോക്കുക, സീക്കിന് 2/√3 എന്നുള്ള വാല്യൂ വരുന്നത് π/6 കാണാം. ഓക്കെ, സീക്ക് π/6 ഈക്വൽ ടു 2/√3. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ π/6 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ എലമെൻ്റ് ആണോ. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് സീക്കാണ്. സീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0πയിൽ നിന്ന് π/2 എന്നുള്ള എലമെൻറ്റ് മാറ്റുമ്പോൾ കിട്ടുന്നതാണ് സീക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0πയിൽ π/2 ഇല്ല, ബാക്കി എല്ലാ എലമെൻറ്റ്സും വരും. ഇപ്പം നമുക്ക് π/6 ആണ് ഉള്ളത്. π/6 ഉറപ്പായിട്ടും ഇപ്പോൾ ഇതിനകത്ത് എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സീക്ക് π/6 ഈക്വൽ ടു 2/√3. Therefore sec inverse of 2/√3 is equal to π/6 എന്ന് എഴുതാം. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം cot inverse of √3 ആണ്. Let y is equal to cot inverse of √3. cot y is equal to √3 എന്ന് എഴുതാം. അപ്പോൾ കോട്ടിന് എവിടെയാണ് √3 എന്നുള്ള വാല്യൂ വരുന്നത്. കോട്ടിന് √3 എന്നുള്ള വാല്യൂ വരുന്നത് π/6 അല്ലേ. കോട്ടിന് √3 എന്നുള്ള വാല്യൂ വരുന്നത് π/6 കോട്ട് π/6 ഈക്വൽ ടു √3. ഇനി π/6 നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതാണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ്, അതിൻ്റെ ഇൻ്റർവൽ ഏതാണ്, കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ നമുക്കറിയാം ഓപ്പൺ ഇൻ്റർവൽ ആണ്. ഓപ്പൺ ഇൻ്റർവൽ 0π ആണ്. അപ്പോൾ π/6 ഇതിനകത്ത് എലമെൻ്റ് ആണ്. Therefore cot π/6 equal to √3. Therefore cot inverse of √3 is equal to π/6. ഇതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം cos inverse of -1/√2. ലെറ്റ് y is equal to, നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തു, അതുകൊണ്ട് സ്പീഡ് ചെയ്യാനി. cos inverse of -1/√2 അല്ലേ. അതുകൊണ്ട് cos y is equal to -1/√2.
കോസിന് എവിടെയാണ് 1/√2 എന്നുള്ള വാല്യൂ വരുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. കോസിന് 1/√2 എന്നുള്ള വാല്യൂ വരുന്നത് π/4 അല്ലേ? കോസിന് 1/√2 എന്നുള്ള വാല്യൂ വരുന്നത് π/4 കോസ് π/4 1/√2 എന്നുള്ള വാല്യൂ വരുന്നത്. നമുക്ക് വേണ്ടത് -1/√2 ആണ്. അതുകൊണ്ട് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൈനസ് കോസ് π/4 ഇസ് ഈക്വൽ ടു -1/√2 എന്ന് കിട്ടും. ഇനി കോസിന് നമുക്കറിയാം കോസ് ഓഫ് -θ പ്ലസ് കോസ് θ. അതുകൊണ്ട് ഇതിനെ മാറ്റി എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ കോസ് ഓഫ് π മൈനസ് π/4, കോസ് ഓഫ് π മൈനസ് π/4 മൈനസ് കോസ് π/4 ആണ്, ഈക്വൽ ടു -1/√2. ഇത് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 4π മൈനസ് π/4 ഈക്വൽ ടു -1/√2. കോസ് 3π/4 ഇസ് ഈക്വൽ ടു -1/√2 എന്ന് കിട്ടും. 3π/4. ഇനി 3π/4 കോസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ പെട്ടതാണോ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് കോസാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ് അല്ലേ? ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. അപ്പോൾ 3π/4 ഇതിനകത്ത് എലമെൻ്റ് ആണ് അല്ലേ? ഈ ബ്രാഞ്ചിലെ എലമെൻ്റ് ആണ് 3π/4 എന്ന് എഴുതുമ്പോൾ അതുപോലെ ഞാൻ ബിലോങ്സ് ടു എന്ന് എഴുതി. ഇതിനകത്ത് എലമെൻ്റ് ആണെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അതായത് 3π/4 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ഇതാണ് മീൻ ചെയ്ത് എഴുതാനുള്ള എളുപ്പത്തിന് ഞാൻ ബിലോങ്സ് ടു 3π/4 എന്ന് എഴുതിയതാണ്. ഓക്കെ, അപ്പം നമുക്ക് കോസ് 3π/4 ഇസ് ഈക്വൽ ടു -1/√2 എന്ന് കിട്ടി. cos 3π/4 is equal to -1/√2. Therefore, cos inverse of -1/√2 is equal to 3π/4 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് ഒരു 3 എണ്ണം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. tan inverse of 1 plus cos inverse of -1/2 plus sin inverse of -1/2. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം tan inverse 1 സെപ്പറേറ്റ് കാണണം. അത് കഴിഞ്ഞ് cos inverse -1/2 കാണണം. അത് കഴിഞ്ഞ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 കാണണം. എന്നിട്ട് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് ടാൻ ഇൻവേഴ്സ് 1 നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ടാൻ ഇൻവേഴ്സ് 1 എത്രയാ? ടാൻ ഇൻവേഴ്സ് 1 π/4 എന്ന് കിട്ടും അല്ലേ? ടാൻ ഇൻവേഴ്സ് 1 നമ്മൾ -1 ആണ് ചെയ്തത്. ടാൻ ഇൻവേഴ്സ് 1 π/4 ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 അത് 5th ക്വസ്റ്റ്യൻ ഉണ്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 is equal to 2π/3 ഉണ്ട്. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 is equal to 2π/3. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 equal to 2π/3. ഇത് π/4. ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ ഇൻവേഴ്സ് ഓഫ് sin inverse of -1/2 minus π/6 അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ ആൻസറായി. എങ്ങനെ എഴുതാം? tan inverse of 1 plus cos inverse of -1/2 plus sin inverse of -1/2 is equal to π/4 plus 2π/3 plus -π/6. ഇവിടെ LCM എടുത്താൽ മതി. LCM 12 എടുക്കുക. 4 3 times 3π plus 4 into 2 8π minus 2π അല്ലേ? ചെയ്യുമ്പോൾ 9π/12 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 3π/4 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ വലുതായിട്ട് ആഡ് ചെയ്യാൻ വന്നാലും സെപ്പറേറ്റ് കാണണം. ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇത്, അതുകൊണ്ടാണ് വാല്യൂ എടുത്തെഴുതിയത്. സെപ്പറേറ്റ് കാണുക, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. LCM എടുത്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.